ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ഇതുപോലത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നല്ല വിലയായിരിക്കും. അപ്പോൾ ഒരു 4000 രൂപയൊക്കെ ആവും ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ. അത് ഞാനൊരു 2000 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലുള്ള ഹോൾസെയിലിൻ്റെയും റീറ്റെയിലിൻ്റെയും ഷോപ്പായിട്ടുള്ള ഫിജിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് സാധനങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സഞ്ചിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങണവർക്ക് അറിയാം ഇതിൻ്റെ വില. അപ്പോൾ അത് ഏതാണ്ട് ഇതിൻ്റെ ബില്ല്. അപ്പോൾ ഞാൻ തൃശ്ശൂരിലുള്ള ഫെജിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഹോൾസെയിലിൻ്റെ റീറ്റെയിലിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതേ ആദ്യം കാണിച്ചിരിക്കുന്ന ബില്ല് ഒരു ഹോട്ടലിൻ്റെ തന്നെ അതറിയാണ്ട് വെച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ബില്ലുകളായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ബില്ല് എൻ്റെ നിന്ന് മിസ്സായിട്ടാണ്. ഒരു 30 രൂപയുടെ ഒരു ബില്ലാണ് കേട്ടോ. അത് ഇത് വാങ്ങിയതിൻ്റെയാണ്. അതൊരു ചാർട്ട് പോലത്തെ ഒരു സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം. ടോട്ടൽ എനിക്ക് 2000 രൂപയാണ് ആയത്. 2000 കറക്റ്റായില്ല, 2000ൻ്റെ അടുത്ത് ഒരു 2-3 രൂപ വ്യത്യാസത്തിൽ ആയിട്ടുള്ളൂ. അപ്പോൾ സോഫ്റ്റ് ടോയ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്താണിത്. ഇത് ഫറിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങിയത് മീഡിയം ഫറാണ്, വൈറ്റ് കളറാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. 1/2 മീറ്ററാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലത്തെ പലതരത്തിലുള്ള ഫറുകളുണ്ട്. മീഡിയം ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്, ലോങ് ഉണ്ട് കേട്ടോ. ഇത് മീഡിയം ഫറാണ്, പല കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കത്രിക കട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ പൂടകളൊക്കെ ഇങ്ങനെ പൊന്തിരിക്കുന്ന ടൈപ്പല്ലേ. അപ്പോൾ നമ്മൾ കട്ടൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് വെച്ചതിന് ശേഷം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തത് വാങ്ങിയിട്ടുള്ളത്. റെഡ് കളറിൽ ചൈനീസ് ഫറാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെ ഇത്തിരി പൊന്തിക്കണ പോലത്തെ സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് ഏറ്റവും വില കുറവായത് കേട്ടോ. മറ്റേതിനൊക്കെ അത്യാവശ്യത്തിന് പൈസയുണ്ട്. 1 മീറ്റർ മേടിക്കുമ്പോൾ ഞാൻ 1/2 മീറ്ററാണ് എല്ലാവരും വാങ്ങിയിട്ടുള്ളത്. ഇത് അതിൻ്റെ നീല കളറായിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരു സ്കൈ ബ്ലൂ കളറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ. ഇതെല്ലാവരും പല കളറിൽ നമുക്ക് വാങ്ങി കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ലോങ് ഫർ. ഇതിനാണ് ഏറ്റവും കൂടുതൽ പൈസ ആയിട്ടുള്ളത്. ഇതിന് അത്ര ഭംഗിയൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്, എന്നാലും ഇതിന് നല്ല പൈസയുണ്ട് കേട്ടോ. പട്ടീനെയും പൂച്ചേനെയൊക്കെ നീളത്തിലുള്ള രോമങ്ങളൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഇതാണ് ഫെൽറ്റിൻ്റെ ക്ലോത്താണ് ഇത്. അപ്പോൾ ഇതും നമുക്ക് പല കളറിൽ കിട്ടും. അപ്പോൾ ഞാനിതൊരു പിങ്ക് ഷെയ്ഡാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 1 മീറ്ററിന് 100 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെഡിനും വൈറ്റിനും ബ്ലാക്കിനും ആണെന്ന് തോന്നുന്നത്, റെഡിനും വൈറ്റിനാണെന്ന് തോന്നുന്നത് 150 രൂപയാണ്. അപ്പോൾ ഞാൻ റെഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ വാങ്ങിയില്ല. അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ തുണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ ഒരു ബനിയൻ ക്ലോത്ത് പോലെയാണ് ഇരിക്കുന്നത്. ഒരുപാട് വലിയണതൊക്കെ ആയിട്ട് വാങ്ങാതിരിക്കാൻ നോക്കാം. പിന്നെ അതിൽ ഉള്ളിൽ വെക്കാനുള്ള ഫൈബർ കോട്ടൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് 1 കിലോനാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ളത് 3 റിബൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 1 ഇഞ്ചിൻ്റെയും 1/2 ഇഞ്ചിൻ്റെയും 2 എണ്ണമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. റെഡും വൈറ്റാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ടോയ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണത്. പിന്നെ ഇതാണ് അതിന് വേണ്ടിയിട്ട് തുന്നാൻ വേണ്ടിയിട്ട് സൂചി വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 3.5 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു സൂചിയാണ്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇതേ വലുപ്പത്തിലാണ് കിട്ടുന്നത് അതിന്. പിന്നെ ഞാൻ ഈ ഒരു ത്രെഡ് കട്ടർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് പൈസയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് വാങ്ങിയത് ടോയ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കാനുള്ള അതിൻ്റെ കണ്ണും മൂക്കൊക്കെ ഉണ്ട് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ബട്ടൺസ് പോലെ മുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ പശയൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഊരിപ്പോരും. അപ്പോൾ ഇതുപോലെ ഒന്ന് മുറുക്കി സ്ക്രൂ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരിക്കുമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ സൈസായിട്ടുള്ളതുണ്ട്. പലതരത്തിലുള്ള കണ്ണുകളും മൂക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് റെഡ് കളറുള്ള കണ്ണാണ്. പിന്നെ പല കളറുള്ള കണ്ണുണ്ട്. ഇത് എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന കണ്ണുകളാണ് കേട്ടോ. കണ്ണും കുറച്ച് മൂക്കും ഒരു 2 ചുണ്ടും ഉണ്ട് കേട്ടോ. ചുണ്ടാന്ന് തോന്നുന്നത്. ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കണ്ണുകളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വേറെ മുമ്പ് സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അതൊക്കെ. ഇനി ഇതിൻ്റെ ഒരു ത്രെഡാണ് വാങ്ങിയിട്ടുള്ളത്. നമ്പർ 10ൻ്റെ വർദ്ധമാൻ്റെ ത്രെഡാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല കട്ടിയുള്ളതാണ്. ഇനി ഞാനിവിടെ ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് വാങ്ങിയിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്. ഒരു ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ വാങ്ങിയതാണ്, നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കത്രിക വാങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു കത്രികയുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും അങ്ങനെയാണ് പ്രത്യേകത. ആ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കത്രികയ്ക്ക് വില എഴുതിയത് 170 രൂപയാണ്. അപ്പോൾ നമ്മൾ ബില്ലടിച്ചപ്പോൾ അതിന് 130 രൂപയായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു തെർമോക്കോൾ കട്ടർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഫറിൻ്റെ ക്ലോത്തൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ളത് 2 ബില്ലായിട്ട് കാണിച്ചില്ലേ, അതിൽ രണ്ടാമത്തെ ബില്ല് ആ ഒരു സാധനങ്ങളാണ് ഇത്. അത് നെറ്റിപ്പട്ടത്തിൻ്റെ സെക്ഷനിലെ സാധനങ്ങൾക്ക് വേറെ ബില്ലാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് ഫെബി ബോണ്ടിൻ്റെ 2 പശ വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഫില്ലിംഗ് ബോളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ടോയ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പാറ്റേണൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ച് കട്ട് ചെയ്തിട്ട് പാറ്റേണൊക്കെ വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ചുരുണ്ട് പോകാണ്ടൊക്കെ കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ സാധാരണ ചാർട്ടിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യണം, അതിൻ്റെ അരികിൻ്റെ ഭാഗമൊക്കെ മടങ്ങിയിരിക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മൾ സാധനങ്ങൾ വാങ്ങിയത്. ഇനി നമ്മൾ ഈ ഒരു ബില്ല് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വേറൊരു കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇരട്ടി പൈസയാണ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കത്രിക തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. 170 രൂപയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ബില്ലിനകത്ത് അടിച്ചിട്ടുള്ളത് 130 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേയധികം വ്യത്യാസങ്ങൾ ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ പൈസയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കി നമുക്ക് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.